കൊച്ചിയിലെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് അവസാനിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വിവരം ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ ആര്യ വിനോദ് ഉടനടി നൽകും. അവിടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായി എന്നാണ് ലഭിക്കുന്ന വിവരം. ആര്യ വിനോദുണ്ട് വിവരങ്ങൾ നൽകാനായി. ആര്യ, അവിടുത്തെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായോ? എന്താണ് വിവരം? തീർച്ചയായിട്ടും അജയ്, ഇപ്പോഴാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നത്. 48 വോട്ടുകൾക്ക് UDF അംഗമായ ദീപക് ജോയ് വിജയിച്ചു എന്നുള്ളതാണ്. 22 വോട്ടുകളായിരുന്നു LDFന്റെ അംഗമായ യേശുദാസിന് ലഭിച്ചത്. അതുപോലെ തന്നെ കുമാരിക്ക് 6 വോട്ടുകളും ലഭിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ UDFന്റെ വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളടക്കം വിളിച്ചുകൊണ്ടുള്ള ആഘോഷമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ബാക്കി നടപടികൾ സ്വീകരിക്കുകയാണ്. കൊച്ചിയിലെ ഡെപ്യൂട്ടി മേയർ ദീപക് ജോയ് ആണ് ഡെപ്യൂട്ടി മേയറായി കൊച്ചിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കൊച്ചി മേയറായി ദീപക് ജോയ്, UDFന്റെ ദീപക് ജോയ് ആണ് ഡെപ്യൂട്ടി മേയറായി അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടത്. മറ്റ് 5 കോർപ്പറേഷനുകളിലെയും വിവരം അല്പസമയത്തിനകം തന്നെ അറിയാം. കൊച്ചിയിലെ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് തിരുവനന്തപുരത്തും കൊല്ലത്തും തൃശ്ശൂരും ഒപ്പം തന്നെ കോഴിക്കോടും കണ്ണൂരും ആരൊക്കെയാണ് ഡെപ്യൂട്ടി മേയർമാർ എന്നാണ് ഇനിയും അറിയേണ്ടത്. ഏതെങ്കിലും തരത്തിലുള്ള ടെസ്റ്റുകൾ ഇവിടങ്ങളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നും നമുക്ക് അറിയേണ്ടതുണ്ട്. ഏതായാലും കൊച്ചിയിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. ആ ദൃശ്യങ്ങളിലേക്ക് UDFന്റെ ദീപക് ജോയ് 48 വോട്ടുകൾക്കാണ് ഡെപ്യൂട്ടി മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. കൊച്ചി ഡെപ്യൂട്ടി മേയറായി UDFന്റെ ദീപക് ജോയ് 48 വോട്ടുകൾക്കാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. LDFന്റെ യേശുദാസിന് 22 വോട്ടുകളും NDAയുടെ P പത്മകുമാരിക്ക് 6 വോട്ടുകളുമാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. അവിടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞിരിക്കുന്നു ദീപക് ജോയ് കൊച്ചിൻ കോർപ്പറേഷന്റെ ഉപാധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്.